ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ രാവിലെയും തിരുവചനം കേട്ട് അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോടടുത്ത് വരുന്ന സകലരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. മത്തായി സുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യം വായിക്കുന്നു. മത്തായി 15:28. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ നന്മകൾ ഈ പ്രഭാതത്തിൽ പ്രാപിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഈ തിരുവചനം പലർക്കും സുപരിചിതമാണ്. യേശു സോർ, സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് നിലവിളിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. അങ്ങനെ യേശുവിൻ്റെ അടുക്കലേക്ക് വരാനും നിലവിളിക്കാനും കരയാനും അവൾക്കൊരു കാരണമുണ്ടായിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് നിലവിളിക്കുന്ന, കരയുന്ന, പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും വലിയ വിഷയങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുക. ഇത് ദൈവപ്രവൃത്തിയുടെ പകലായി തീരട്ടെ. ഞാൻ പറഞ്ഞല്ലോ, അവൾ യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ ഒരു കാരണമുണ്ടായിരുന്നു. സമൂഹത്തെയോ ചുറ്റുപാടുകളെയോ ഭയപ്പെടാതെ കരുണ തോന്നണമേ എന്ന് യേശുവിനോട് കരഞ്ഞപേക്ഷിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. താഴോട്ട് വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നത്, ഭൂത ഉപദ്രവം കാരണം വേദനപ്പെടുന്ന, ഭാരപ്പെടുന്ന, അസ്വസ്ഥപ്പെടുന്ന ഒരു മകൾ അവൾക്കുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, എത്രയോ പേര് പ്രതികൂലങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നെങ്കിലും രക്ഷകന്റെ പാദപീഠത്തിൽ എത്തിച്ചേരുവാൻ കഴിയാതെ മാറി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇവളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടന്നു എന്ന് നാം ചിന്തിച്ചാൽ, അനേകം പേർക്ക് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും യേശുവിൻ്റെ അടുക്കൽ വരേണ്ടതിന് കഴിയാതെ അല്ലെങ്കിൽ മനസ്സില്ലാതെ ഭയം കാരണം മാറി നിൽക്കുമ്പോൾ, ഇവൾ കനാന്യ സ്ത്രീയാണെങ്കിലും ഒന്നിനെയും ഭയപ്പെടാതെ ദൈവപുത്രന്റെ അടുക്കലേക്ക് വരുവാൻ കാണിച്ച ധൈര്യമാണ് ഇവളുടെ വിടുതലിന് ഒരു കാരണം. അടുത്തൊരു കാരണം, സമൂഹത്തെ ഭയപ്പെടാതെ യേശുവിനെ കണ്ട മാത്രയിൽ തന്നെ അവൾ നിലവിളിക്കുകയാണ്, നീ കർത്താവാണ്, ദാവീദ് പുത്രനാണ്. ഒരു പ്രാവശ്യം ഒന്ന് കരഞ്ഞു എന്നുള്ളതല്ല, നിലവിളിച്ചും കൊണ്ട് യേശുവിനെ പിൻപറ്റുവാനിടയായി തീർന്നു. ഞാൻ ഇവിടെ നിർത്തി ഒരു ആലോചന പറയാം. പ്രതികൂലങ്ങളുടെ മുൻപിൽ, പ്രശ്നങ്ങളുടെ മുൻപിൽ, ആവശ്യങ്ങളുടെ മുൻപിൽ പിന്മാറി പോകാതെ ജീവിതയാത്രയിൽ കരഞ്ഞുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന, കരഞ്ഞുകൊണ്ട് യേശുവിനെ പിൻപറ്റുന്ന പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെയൊക്കെ വകഞ്ഞു മാറ്റി ഒരു കൈ കൊണ്ട് കണ്ണുനീര് തുടച്ച് മറുകൈ കൊണ്ട് യേശുവിൻ്റെ കരങ്ങളിൽ പിടിച്ച് മുന്നേറുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ മറക്കരുത്, വിഷമകരമായ പ്രതിസന്ധികളുടെ നടുവിൽ യേശു പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇവരുടെ വിടുതലിന് കാരണമായ
ഏറ്റവും വലിയ കാര്യം യേശു അവിടെ എടുത്തു പറയുന്നുണ്ട്, അവളുടെ വിശ്വാസമാണ്. അപ്പോൾ ഈ പ്രതിസന്ധികളുടെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും ജീവിതം നയിക്കുമ്പോൾ ക്രിസ്തു യേശുവിലുള്ള ആഴത്തിലുള്ള വിശ്വാസമാണ് വാസ്തവത്തിൽ ഇവളെ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചത്. മാത്രമല്ല, ആ പുരുഷാരത്തിന്റെ നടുവിൽ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി പോകാനല്ല അവൾ ശ്രമിച്ചത്. അവളുടെ വിഷയങ്ങളെ ഓർത്ത് ഭാരത്തോടെ യേശുവിനോട് നിലവിളിക്കുവാനും കരയുവാനും ഒക്കെ തുടങ്ങി. നമുക്കറിയാം, പലരും കൂട്ടായ്മകളിലും കൂട്ടങ്ങളിലുമൊക്കെ കടന്നു വന്നാലും മനസ്സ് തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനോ കരയുവാനോ കഴിയാതെ കൂട്ടത്തിൽ ഒരാളായി മടങ്ങുമ്പോൾ, വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉള്ളപ്പോൾ തന്നെ അത് യേശുവിന്റെ പാദപീഠത്തിൽ ഇറക്കി വയ്ക്കുവാൻ കഴിയാതെ പുരുഷാരത്തിൽ ഒരാളായി മടങ്ങുമ്പോൾ, ഇവൾ സമൂഹത്തെയോ ശിഷ്യന്മാരെയോ ചുറ്റും നിന്നവരെയോ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി നിലവിളിക്കുകയാണ്, എന്നോട് കരുണയുണ്ടാകണമേ. ഈ പ്രഭാതത്തിലും നിങ്ങളെ കരയിപ്പിക്കുന്ന, ആകുലരാക്കുന്ന, ഉത്കണ്ഠാകുലരാക്കുന്ന പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? അതിനെ ഓർത്ത് പല നാളുകൾ കൊണ്ട് കരയുകയും പ്രാർത്ഥിക്കുകയും യേശുവിനെ പിൻപറ്റുകയും ചെയ്യുകയാണോ? നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഈ പ്രഭാതം കാരണമായി തീരട്ടെ. ബൈബിൾ എങ്ങനെയാ പറയുന്നത്? യേശു അവളോട്, ആ പാരഗ്രാഫ് മുഴുവനും അവൾ യേശുവിൻ്റെ പിറകെ പോയെങ്കിൽ കുറച്ചു കഴിഞ്ഞപ്പോൾ യേശു അവളിലേക്ക് തിരിയുവാനിടയായി തീർന്നു. കരയുകയും നിലവിളിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്ന കനാന്യ സ്ത്രീയുടെ മുഖത്തേക്ക്, അല്ലെങ്കിൽ യേശു അവളെ അഭിസംബോധന ചെയ്യുവാനിടയായി തീർന്നു. പ്രിയരെ, മടുത്തു പോകാതെ പിൻപറ്റിയാൽ, തളർന്നു പോകാതെ പ്രാർത്ഥിക്കാനായി തുടങ്ങിയാൽ, ആരെങ്കിലുമൊക്കെ നിരുത്സാഹപ്പെടുത്തിയാലും ആ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി രക്ഷകനോട് ചേർന്ന് യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ, ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു, കുറച്ചു സമയം മുൻപിലേക്ക് പോയപ്പോൾ, കുറച്ചു ദൂരം അവൾ യേശുവിനോട് ചേർന്ന് അല്ലെങ്കിൽ യേശുവിനെ പിൻപറ്റി മുൻപിലേക്ക് പോകുമ്പോൾ യേശു അവളോട് സംസാരിക്കാനായി തുടങ്ങുകയാണ്. ഇന്ന് വരെയും നിങ്ങളുടെ വിഷയങ്ങൾ സംബന്ധിച്ച്, ആവലാദികൾ സംബന്ധിച്ച്, പ്രാർത്ഥനാ വിഷയങ്ങൾ സംബന്ധിച്ച് ഒരു ദൈവശബ്ദവും കേട്ടില്ല എങ്കിൽ നിശ്ചയമായും ഈ ദിവസങ്ങളിൽ ദൈവപ്രവർത്തികൾ ചില മേഖലകളിൽ വെളിപ്പെടുന്ന അത്ഭുതത്തിന്റെ ദിവസങ്ങളായി മാറുക തന്നെ ചെയ്യും. ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് വരെയും ഒരു ചലനവുമില്ലാതെ മരിച്ചു കിടക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്കകത്ത് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ചിലർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. തിരുവചനം എഴുതിയിരിക്കുന്നത്, യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. ഇത്രയും പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റി യേശുവിനെ അനുധാവനം ചെയ്യുന്ന സ്ത്രീയുടെ വിഷയത്തിലല്ല കർത്താവ് നോക്കിയത്, അവളുടെ വിശ്വാസത്തെയാണ് യേശു കണ്ടത്. ഒരിക്കൽ കൂടെ ഞാൻ അവിടെ നിർത്തി പറയാം. വിഷയം എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും കർത്താവിന് വിഷയത്തിന്റെ ഗൗരവമല്ല പ്രാധാന്യം, നമ്മളിൽ വളരുന്ന വിശ്വാസമാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ നമ്മുടെ വിടുതലിന് കാരണമായി തീരുന്നത്
നമ്മുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. ഇവളുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് ജീവിക്കുക മാത്രമല്ല ചെയ്തത്, ആ വിശ്വാസം പ്രവൃത്തിയിലൂടെ വെളിപ്പെടുവാനിടയായി തീർന്നു. യേശു സൗഖ്യമാക്കുമെന്നും യേശു സൗഖ്യദായകനാണെന്നും യേശു ഒരു വാക്ക് പറഞ്ഞാൽ അത്ഭുതം നടക്കുമെന്നും മറ്റുള്ളവരോട് പറയുക മാത്രമല്ല ഈ സ്ത്രീ ചെയ്തത്, വിശ്വാസത്തിന്റെ വലിയ പ്രവൃത്തി ഇവളിൽ നിന്ന് പുറപ്പെട്ടു. എന്താ ഇവളിൽ നിന്ന് പുറപ്പെട്ട വിശ്വാസത്തിന്റെ പ്രവൃത്തി? ഒന്ന്, അവൾ കനാന്യ സ്ത്രീ ആയിരുന്നിട്ട് കൂടി യേശുവിന്റെ അടുക്കൽ വരുവാൻ മനസ്സ് കാണിച്ചു. അല്ലെങ്കിൽ യേശുവിന്റെ അടുക്കൽ പ്രതികൂലങ്ങളെ മാറ്റി അവൾ കടന്നു വരുവാനിടയായി തീർന്നു. അത് വിശ്വാസത്തിന്റെ വലിയൊരു പ്രവൃത്തിയാണ്. രണ്ടാമത്തെ കാര്യം, അവൾ നിലവിളിച്ച് യേശുവിനോട് കരയുവാനായി തുടങ്ങി. പ്രിയരെ, യേശുവിന്റെ ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കേണ്ടതിന്, യേശു തന്നെ കാണേണ്ടതിന്, തന്റെ അവസ്ഥ അറിയേണ്ടതിന് വിശ്വാസത്തിന്റെ അടുത്ത പ്രവൃത്തി അവൾ ചെയ്യുകയാണ്. അവൾ യേശുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ കാര്യം, അപമാനങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടായിട്ടും വിട്ടുപിരിയാതെ അവൾ യേശുവിനെ പിൻപറ്റുവാനിടയായി തീർന്നു. ഈ മൂന്ന് പ്രവൃത്തി കണ്ടിട്ടാണ് യേശു അവളെ നോക്കി പറഞ്ഞത്, നിന്റെ വിശ്വാസം വലിയത് എന്ന്. നിശ്ചയമായിട്ടും നമ്മളിൽ വിശ്വാസമുണ്ടെങ്കിൽ അത് പ്രവൃത്തികളായി പുറത്തു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ യേശു അവളോട് പറഞ്ഞത് തന്നെ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ. വിശ്വാസം വലിയത് എന്ന് പറഞ്ഞിട്ട് യേശുവിന്റെ പ്രോഗ്രാമിന് പോയി എന്നല്ല, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നുത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഇന്ന് പകൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കും. അവരുടെ ഉപജീവനവും മാർഗവുമായി ബന്ധപ്പെട്ട് വലിയ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം നടക്കും. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഒരുപാട് ഓടിയവരെ, ഒരുപാട് കരഞ്ഞവരെ, ഇന്നും യേശുവിൻ്റെ ഓരത്ത് ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ഇഷ്ടം പോലെ വിഷയങ്ങൾക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന നാളുകൾ സമീപിച്ചിരിക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നന്ദിയോടെ സ്തോത്രത്തോടെ ഈ ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിലും വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം ആമേൻ, ദൈവശബ്ദം കേൾക്കുവാനും ദൈവിക ഇടപെടലുകൾ അനുഭവിക്കുവാനും സഹായിക്കും. കർത്താവ് കൂടെയിരിക്കും, ഈ ദിവസം അനുഗ്രഹിക്കും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. പ്രഭാതമന്ന നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്കും പ്രഭാതമന്ന ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും വാട്സപ്പിനകത്ത് മെസ്സേജുകൾ അയക്കുക. ഞങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യട്ടെ. ആമേൻ, ആമേൻ.